സിൻ സിറ്റി അല്ലെങ്കിൽ പാപങ്ങളുടെ നഗരം. അങ്ങനൊരു നഗരത്തെപ്പറ്റി ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? യു.എസിലെ ലാസ് വേഗസ് എന്ന നഗരത്തിന് നൽകിയ പ്രശസ്തമായ ഒരു വിളിപ്പേരാണിത്. 1905 സ്ഥാപിതമായ ഈ നഗരത്തിന്റെ ചൂതാട്ടം, നിയന്ത്രണമില്ലാത്ത രാത്രിജീവിതം, അഡൾട്ട് എന്റർടൈൻമെന്റ് എന്നിവയുമായുള്ള ദീർഘകാല ബന്ധത്തിൽ നിന്നാണ് ഈ വിളിപ്പേരുണ്ടായത്. തുടക്കത്തിൽ നെവാഡ മരുഭൂമിയിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റോപ്പ് മാത്രമായിരുന്ന ഇവിടെ 1931 ചൂതാട്ടം നിയമവിധേയമാക്കിയതോടുകൂടി കസിനോകളുടെയും ഹൈസ്റ്റേക്ക് ബെറ്റിംഗിന്റെയും കേന്ദ്രമായി മാറി. ഗുണ്ടാ സംഘങ്ങളുടെ ശക്തമായ നിയന്ത്രണത്തിലായിരുന്ന ഇവിടെ 1950കളിൽ വിനോദ പരിപാടി കാണുന്നത് പോലെ ഹോട്ടൽ മുറികളിലിരുന്ന് ആണവ ബോംബ് പരീക്ഷണങ്ങൾ വരെ ടൂറിസ്റ്റുകൾ കണ്ടിരുന്നു. വേഗത്തിലുള്ള കല്യാണങ്ങൾ, സെലിബ്രിറ്റി വിവാദങ്ങൾ, എന്തും നടക്കുമെന്ന ടൂറിസം സംസ്കാരം ഇവയൊക്കെയാണ് വേഗസിനെ മറ്റു നഗരങ്ങളെക്കാൾ കൂടുതൽ വിവാദപരമാക്കിയത്. ഈ പ്രതിച്ഛായ മറയ്ക്കുന്നതിന് പകരം ടൂറിസം മേഖല അത് സ്വീകരിച്ചു. വാട്ട് ഹാപ്പൻസ് ഇൻ വേഗസ് സ്റ്റേസ് ഇൻ വേഗസ്. ഈ സ്ലോഗൻ നഗരത്തിന്റെ പേരിനെ കൂടുതൽ പ്രശസ്തമാക്കി. കാലക്രമേണ സിൻ സിറ്റി എന്ന പേര് വിമർശനത്തിൽ നിന്ന് ആവേശം, സ്വാതന്ത്ര്യം, രാത്രിജീവിതം എന്നിവയുടെ ശക്തമായ ബ്രാൻഡായി മാറി. അമേരിക്കയിലെ മറ്റു നഗരങ്ങളെക്കാൾ കൂടുതലായി കൺവെൻഷനുകൾക്കും ട്രേഡ് ഷോകൾക്കും ആതിഥേയത്വം വഹിക്കുന്ന ഇവിടെ വലിയ ബോക്സിംഗ് മത്സരങ്ങളും UFC ഇവന്റുകളും നടക്കുന്നതിനാൽ ഫൈറ്റ് ക്യാപിറ്റൽ എന്ന പേരിലും പ്രശസ്തമാണ്. ജലക്ഷാമം, കടുത്ത മരുഭൂമിയുടെ ചൂട്, ചൂതാട്ട ലഹരി, അണ്ടർഗ്രൗണ്ട് തുരങ്കങ്ങളിൽ കഴിയുന്ന ഹോംലെസ് സമൂഹങ്ങൾ എന്നിവ സിൻ സിറ്റിയുടെ ഇരുണ്ട യാഥാർത്ഥ്യം വെളിപ്പെടുത്തുമ്പോഴും വളർന്നുവരുന്ന ടെക് ഇൻഡസ്ട്രിയിലൂടെയും സ്പോർട്സ് ടീമുകളിലൂടെയും ഏരിയ 15 പോലെയുള്ള പുതിയ വിനോദാനുഭവങ്ങളിലൂടെയും നഗരത്തിന്റെ ഫ്യൂച്ചർ പുനർനിർമ്മിക്കുകയാണ് ലാസ് വേഗസ്. രാത്രിയിൽ ബഹിരാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിലെ ഏറ്റവും പ്രകാശമുള്ള സ്ഥലങ്ങളിലൊന്നായി ലാസ് വേഗസ് തിളങ്ങുന്നു.